ഇത് തൂക്കി നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോ 1.600 ആ രീതിയിലൊക്കെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതങ്ങനെ വാങ്ങണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ അയൺ ബോക്സ് ട്രാവൽ ചെയ്ത് കൃത്യമായിട്ട് ഷർട്ടൊക്കെ അയൺ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്തു. ബിക്കോസ് നമ്മൾ പെട്ടിയിലും ബാഗിലും ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് തന്നെ ഏകദേശം 1.5 കിലോയ്ക്ക് മുകളിൽ ഈസി ആയിട്ട് മാറും. അതപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും ആവും. പക്ഷേ അല്ലാത്ത പക്ഷം വീട്ടിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അയൺ ബോക്സ് ആണ്. ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ നമ്മുടെ ചുളുകൾ ഡ്രസ്സിലെ ചുളുകൾ ഇത് വെച്ച് മാറ്റാൻ പറ്റും. 1350 വാട്ട്സ് പവർ വരുന്ന ഒരു അയൺ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് ഓണാക്കുമ്പോഴത്തേക്ക് തന്നെ വളരെ പെട്ടെന്ന് ചൂടാവും. ചൂടായാലും ഈ ഒരു അലോയ് പ്ലേറ്റിന്റെ ഗുണം കൊണ്ട് തന്നെ ഒത്തിരി നേരം ആ ചൂട് ഇതിൽ നിലനിൽക്കും. വെയിറ്റ് കുറഞ്ഞ അയൺ ബോക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മൾ അയൺ ബോക്സ് നല്ല രീതിയിൽ പ്രസ് അമർത്തി തേച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചുളുകളൊക്കെ മാറി കിട്ടുള്ളൂ. പക്ഷേ ഇതിന് പറയുന്ന 1.5 കിലോയ്ക്ക് മുകളിൽ ഭാരം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഡ്രസ്സിൽ ചുളുകൾ മാറുകയും ചെയ്യും. ഒരു നോൺ സ്റ്റിക് അലോയ് പ്ലേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് കഷ്ടകാല സമയത്ത് നിങ്ങൾ തുണി അങ്ങനെ ഇതിനെ തുരുവി പിടിച്ചാലും നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. 1.8 മീറ്റർ നീളം വരുന്ന ഒരു കേബിൾ ആണ് നോർമൽ 3-പിൻ പ്ലഗ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഈ ഒരു സംഭവം ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേബിളാണ്. അപ്പോൾ നമുക്ക് ഏത് ആംഗിളിലൊക്കെ തിരിച്ചെടുത്ത് അയൺ ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഈ വയർ ഉടക്കുന്നതോ മടങ്ങിയിരിക്കുന്നതോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഞാൻ ആക്ച്വലി വീട്ടിൽ പർപ്പസിൽ അതായത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് ഈ അയൺ ബോക്സ് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഈ വെയിറ്റ് കൂടിയ നോക്കി തന്നെ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ശരിക്കും അത് 1-2 യൂസ് ചെയ്തപ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലായി. മറ്റൊന്ന് ഞാൻ നോർമൽ അയൺ ബോക്സ് വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്തെങ്കിൽ ചുളു മാറുള്ളൂ. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മാറും. അതുപോലെ ഈ പ്ലേറ്റും ബേസും തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചാലും ഇത് എവിടെയെങ്കിലും തട്ടി ഉരുവാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു സർഫസിൽ ഇങ്ങനെ വെച്ചാൽ ഇത് പിന്നെ ഇങ്ങനെ മറിഞ്ഞു വീഴാനുള്ള ടെൻഡൻസി ഒക്കെ കുറഞ്ഞിരിക്കും. ഈ ഭാഗത്തായിട്ട് ഒരു നോബ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ലോത്ത് ആണോ അയൺ ചെയ്യുന്നത് ആ അയൺ ചെയ്യുന്ന ക്ലോത്തിനനുസരിച്ച് ഇപ്പൊ നൈലോൺ, സിൽക്ക്, വൂൾ, കോട്ടൺ, ലിനൻ അങ്ങനെയുള്ള രീതിയിൽ ഏത് ക്ലോത്ത് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. മിക്കവാറുള്ള എല്ലാ അയൺ ബോക്സിലും ഉള്ളതാണ്. പിന്നെ ഇവിടെ ഒരു LED പവർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പവർ ഓൺ ആക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് കത്തും. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പരുവാകുമ്പോഴത്തേക്ക് അതായത് നമുക്ക് ഉദ്ദേശിക്കുന്ന ചൂടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചൂടാകുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് അങ്ങ് ഓഫ് ആവും. എന്നിട്ട് നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂട് കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇത് വീണ്ടും ഓൺ ആയിട്ട് വീണ്ടും ചൂടായി. അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. നോർമലി ഓൾമോസ്റ്റ് എല്ലാ അയൺ ബോക്സിന്റെ ഒക്കെ ഒരു വർക്കിംഗ് അങ്ങനെ തന്നെയാണ്. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഉള്ള അയൺ ബോക്സ് അപ്പോൾ നമുക്ക് അയണിങ് കുറച്ചുകൂടി ഈസി ആവും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഫിലിപ്സിന്റെ 7000 സീരീസ് എന്ന് പറയുന്ന ഒരു അയൺ ബോക്സ് ആണ്. ഇതിന്റെ മോഡൽ നമ്പർ കറക്റ്റ് ആയിട്ടുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഇങ്ങനെ ബോക്സിലാണ് സംഭവം വരുന്നത്. പിന്നെ ഫിലിപ്സിന്റെ പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഫിലിപ്സിന്റെ. അയൺ ബോക്സ് എന്നല്ല, ഞാൻ ഫിലിപ്സിന്റെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ട്, ട്രിമ്മർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ മിക്കവാറും ലൈറ്റ്സ് എല്ലാം ഫിലിപ്സിന്റെ ആണ്. അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. 2 വർഷത്തെ വാറണ്ടിയും ഫിലിപ്സ് ഈ പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും അയൺ ബോക്സോ മറ്റോ അങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൺസിഡർ ചെയ്തോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.